എല്ലാവർക്കും നമസ്കാരം. +1 അക്കൗണ്ടൻസിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. വിദ്യാർത്ഥികൾ എപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു ഭാഗമാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള ഈസി മെത്തേഡാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും അവസാനം വരെ കാണണം. ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ അതേ പാറ്റേൺ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദി എഫക്റ്റ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓൺ ദി അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാറുണ്ട്, പ്രൂവ് ദി അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് തന്നേക്കുന്നത് താഴെ 3 ട്രാൻസാക്ഷൻസ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ പ്രോബ്ലംസ് വരുമ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ പെൻസിൽ വെച്ചിട്ട് ഓരോ ട്രാൻസാക്ഷനിലും വരുന്ന 2 എഫക്റ്റ് ഏതൊക്കെയാന്ന് നോക്കാം. അല്ലെങ്കിൽ ഏതിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത് ഓരോ ട്രാൻസാക്ഷനിലും വരുന്ന 2 എഫക്റ്റുകൾ, അതായത് അസറ്റ്സ് ഏതാണ്, ലൈബിലിറ്റി ഏതാണ്, ക്യാപിറ്റൽ ഏതാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനിൽ 2 എണ്ണം വെച്ച് എന്തായാലും എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒന്നിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈബിലിറ്റിയിൽ ഉൾപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ആദ്യം കണ്ടെത്തണം. ഇതൊരു കോമൺ ആയിട്ട് ഒരു 3-4 പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരേ രീതിയിൽ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ബിസിനസ് ക്യാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു അസറ്റ്, ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റും വരുന്നുണ്ട്, പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റിയും അവിടെ വരുന്നുണ്ട് അല്ലേ. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്, അല്ലെങ്കിൽ നിങ്ങൾ ജേണൽ എൻട്രി ആലോചിച്ച് നോക്കുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്തോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് ക്യാപിറ്റൽ എന്നുള്ളത് 2 എഫക്റ്റാണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ നോക്കിയാൽ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഗുഡ്സ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഗുഡ്സ് വന്നാൽ നിങ്ങളത് സ്റ്റോക്കായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഏത് പ്രോബ്ലത്തിൽ? അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രോബ്ലം പ്രൂവ് ചെയ്യാൻ ഈ രീതിയിൽ ട്രാൻസാക്ഷൻസ് തന്നിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഗുഡ്സിനെ സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗുഡ്സിനെ നമ്മൾ സ്റ്റോക്കായിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് സ്റ്റോക്കാണെന്ന് മനസ്സിലായി. അതായത് നമ്മൾ ക്യാഷ് കൊടുത്ത് സ്റ്റോക്ക് മേടിച്ചു, അങ്ങനെയല്ല ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഗുഡ്സ് കണ്ടതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോക്ക് എഴുതി. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന്, ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് അവിടെ ക്യാഷ് കുറയുന്നുണ്ട് അല്ലേ. ക്യാഷ് പോയിട്ടാണ് നമ്മൾ ഗുഡ്സ് മേടിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ക്യാഷും വരുന്നുണ്ട്, ക്യാഷിൽ മൈനസ് ആണ് വരുന്നത്. അത് ഒത്രയും ഓർത്തിരിക്കാൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് എഴുതണേന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ അവിടെ ഗുഡ്സ് വന്നതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് എഴുതി. പിന്നെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് സാധനം മേടിച്ചത്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് കുറയുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളവിടെ ക്യാഷിൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയേ, പർച്ചേസ് ഫർണിച്ചർ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഫർണിച്ചർ മേടിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം നമുക്കറിയാം ഫർണിച്ചറാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്ന ഒരു എഫക്റ്റ് എവിടെയായിരിക്കും? ക്യാഷിലല്ല വരുന്നത്. കാരണം ക്യാഷിൽ നിന്നാണ് നമ്മൾ 25,000 രൂപ കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്യാഷിൽ എന്ത് വരും? മൈനസ് വരും. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷിൽ എപ്പോഴും മൈനസ് ആണ് വരുന്നത്. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ മൈനസ് വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് ക്യാപിറ്റൽ 2 എഫക്റ്റ് വരുന്നത്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്തിട്ട് സ്റ്റോക്ക് കിട്ടി, അപ്പോൾ ക്യാഷും സ്റ്റോക്കും. പർച്ചേസ് ഫർണിച്ചർ എന്ന് പറയുമ്പോഴോ ക്യാഷ് കൊടുത്തിട്ട് ഫർണിച്ചർ കിട്ടി, അപ്പോൾ നമുക്ക് ക്യാഷ് ഫർണിച്ചർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ടഫാന്ന് വിചാരിക്കരുത്, ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവട്ടെ. ഇത് ഏതൊക്കെ അസറ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ക്യാഷ് ഒരു അസറ്റാണ്, സ്റ്റോക്ക് ഒരു അസറ്റാണ്, ഫർണിച്ചർ ഒരു അസറ്റാണ്. ക്യാഷ് റിപ്പീറ്റ് ചെയ്ത് എഴുതണമെന്നില്ല. അസറ്റ്സിൽ വരുന്നത് ഇവിടെ ഏതൊക്കെയാണ്? ക്യാഷ് വരുന്നുണ്ട്, പിന്നെ രണ്ടാമത്തേൽ സ്റ്റോക്ക് വരുന്നുണ്ട്, മൂന്നാമത്തേൽ ഫർണിച്ചർ വരുന്നുണ്ട് ഇല്ലേ. ആ സമയം ലൈബിലിറ്റിയിൽ വല്ലതും വരുന്നുണ്ടോ? ക്യാപിറ്റൽ ലൈബിലിറ്റി അല്ല, ക്യാപിറ്റലിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ലൈബിലിറ്റിയിൽ ഒന്നും തന്നെ വരുന്നില്ല. ക്യാപിറ്റലിൽ വരുന്നത് ഒരു ക്യാപിറ്റൽ വരുന്നുണ്ട്, ഇപ്പോൾ ക്യാപിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അസറ്റ്സ് 3 ഐറ്റവും ക്യാപിറ്റൽ 1 ഐറ്റമാണ് ഇവിടെ വരുന്നത്. ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുമ്പോൾ ഇതെങ്ങനെ എഴുതണേന്നുള്ളത് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിലെ ട്രാൻസാക്ഷൻസ് എഴുതാനുള്ള ഒരു കോളം കൊടുക്കുക. അതിനുശേഷം അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷനാണ്, അക്കൗണ്ടിങ് ഇക്വേഷനാണ് ഈ ബ്ലാക്കും കൊണ്ട് എഴുതിയേക്കുന്നത്. അതിനുശേഷം അസറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ക്യാഷ് വരും, സ്റ്റോക്ക് വരും, ഫർണിച്ചർ വരും. അപ്പോൾ നമ്മളത് എഴുതി, ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ. പിന്നെ നമുക്ക് ലൈബിലിറ്റി ഒന്നുമില്ല, അപ്പോൾ അത് നമ്മൾ എഴുതിയില്ല. പിന്നെ വരുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ ക്യാപിറ്റൽ എഴുതി.
ക്ലിയർ ആയ ഈ ബ്ലൂയിങ് കൊണ്ട് എഴുതിയേക്കുന്ന കോളം ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷനിൽ വരുന്ന ഓരോ എഫക്റ്റുകളും മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ബ്ലൂയിങ് കൊണ്ട് എഴുതിയേക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ്റെ നേരെ ഞാനിപ്പോൾ ഇതിൽ ചെയ്തേക്കണ പോലെ ഇങ്ങനെ 2 എഫക്റ്റുകൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് അതിന് മനസ്സിലാവും ഏതൊക്കെ അസറ്റിൽ വരുന്നത്, ഏതൊക്കെ ലൈബിലിറ്റിയിൽ വരുന്നത്, ഏതൊക്കെ ക്യാപിറ്റലിൽ വരുന്നതെന്ന്. ക്ലിയർ ആയ? അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് ഇതെങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 50,000 ആണ്. അത് തന്നെയാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയേക്കുന്നത്, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 50,000. അപ്പോൾ ട്രാൻസാക്ഷൻ കോളത്തിൽ നമുക്ക് തന്നേക്കണം, ക്വസ്റ്റ്യനിൽ തന്നേക്കണം അതേ ട്രാൻസാക്ഷൻ എടുത്ത് എഴുതാം. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു ഏതിനൊക്കെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്, ക്യാഷിലും ക്യാപിറ്റലിലും. അപ്പോൾ നമ്മളിവിടെ ക്യാഷിൻ്റെ അണ്ടറിൽ ഈ 50,000 എഴുതണം, ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ 50,000 എഴുതണം. മനസ്സിലായ? അപ്പോൾ നമുക്ക് ക്യാഷിൻ്റെ അണ്ടറിൽ 50,000 എഴുതാം. ക്യാഷ് 50,000, സ്റ്റോക്കില്ല 0, പ്ലസ് ഫർണിച്ചർ ഇല്ല. പിന്നെ വരുന്നത് ക്യാപിറ്റലിലാണ്, ക്യാപിറ്റലിൽ 50,000. ക്ലിയർ ആയോ? അപ്പോൾ ക്യാഷിലും ക്യാപിറ്റലിലും വരുന്നത് എഴുതി. രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് തന്നെയാണ് ഞാനിവിടെ എടുത്ത് എഴുതണേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മളത് നോക്കിയായിരുന്നു. അതിൽ ഏതൊക്കെ വരുന്നത്, 2 എഫക്റ്റ്, സ്റ്റോക്കും ക്യാഷിൽ മൈനസാണ് വരുന്നത്. അപ്പോൾ ഈ 20,000 ക്യാഷിൽ മൈനസും കൊടുക്കണം, സ്റ്റോക്കിൽ നമ്മൾ 20,000 പ്ലസ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാഷിൽ 20,000 മൈനസ് കൊടുത്തു, പ്ലസ് സ്റ്റോക്കിൽ എത്ര കൊടുക്കേണ്ടത്, 20,000. ക്യാഷ് പോയിട്ട് നമുക്ക് കിട്ടിയത് സ്റ്റോക്കല്ലേ, ബാക്കിയെല്ലാം 0. ഇതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് ഇത് രണ്ടും ടോട്ടൽ എഴുതുക എന്നുള്ളത്, അതായത് ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ ഓരോ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഇവിടെ 50,000 ഈക്വൽ ടു 50,000, അതായത് അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളൊരു ഇക്വേഷൻ ആയില്ലേ. ഇവിടെ നോക്കി നെഗറ്റീവ് 20,000 പോസിറ്റീവ് 20,000 വരുമ്പോൾ 0 ഈക്വൽ ടു 0 ആയില്ലേ. അതായത് ഈക്വൽ ടു എന്നുള്ളതിൻ്റെ അപ്പുറത്തും ഇപ്പുറ സൈഡിലും, അതായത് 2 സൈഡിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഈക്വൽ ആയിട്ട് പോകണം കേട്ടോ ഓരോ സ്റ്റെപ്പും. ഇപ്പോൾ ഇവിടെ നോക്കി 50,000 നിന്ന് 20,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ, 30,000 ആണ് കിട്ടണത്. പ്ലസ് 0 പ്ലസ് 20,000 20,000 പ്ലസ് 0 ഈക്വൽ ടു 50,000. ഇപ്പോൾ ഇവിടെ അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. ഇവിടെ 30,000 പ്ലസ് 20,000 50,000 ആയില്ലേ. ഇവിടെയും 50,000 തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ളത് ചെയ്തേക്കുന്നത് ശരിയാണ്. മൂന്നാമതൊരു ട്രാൻസാക്ഷനും കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പർച്ചേസ്ഡ് ഫർണിച്ചർ നമുക്ക് എമൗണ്ട് തന്നേക്കുന്നത് 25,000. ഞാൻ പറഞ്ഞു ഫർണിച്ചർ മേടിച്ചു, എന്ത് കൊടുത്തിട്ട്, ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു ക്യാഷിൽ നിന്ന് 25,000 മൈനസ് ചെയ്യണം. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫർണിച്ചറിൽ 25,000 കൊടുക്കണം, ഈക്വൽ ടു 0. 2 എമൗണ്ടുകളാകുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് ന്യൂ ഇക്വേഷൻ എന്നുള്ളത് എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ 30,000 നിന്ന് 25,000 മൈനസ് ചെയ്യുമ്പോൾ 5,000 പ്ലസ് 20,000 പ്ലസ് 0 20,000 പ്ലസ് 25,000 പ്ലസ് 0 25,000 ഈക്വൽ ടു 50,000 പ്ലസ് 0 50,000. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയേ ഈ 5,000 20,000 25,000 ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, 50,000 രൂപയിൽ കിട്ടുന്നത്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 50,000 കിട്ടും. അത് തന്നെയല്ലേ നമുക്ക് ഇപ്പുറത്തെ സൈഡും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആയത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസാക്ഷൻ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഓരോ ട്രാൻസാക്ഷൻ്റെ അടുത്ത് നിങ്ങൾ ഏതൊക്കെ എഫക്റ്റുകളാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ട്രാൻസാക്ഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ്, ശ്രദ്ധിക്കുക. ആദ്യത്തെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷ് വരും, ക്യാപിറ്റൽ വരും. രണ്ടാമത്തെ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് ആണല്ലോ വന്നേക്കണേ. അപ്പോൾ അവിടെ സ്റ്റോക്ക് വരും, പർച്ചേസ് ചെയ്തു ക്യാഷ് കൊടുത്തിട്ട്, അപ്പോൾ ക്യാഷിൽ മൈനസ് വരും. നെക്സ്റ്റ് നോക്കിയേ, സോൾഡ് ഗുഡ്സ് ടു ബാനു ഓൺ ക്രെഡിറ്റ് കോസ്റ്റിംഗ് 5,000 ഫോർ 8,000. അതായത് ബാനു എന്ന് പറയുന്ന ആൾക്ക് ബിസിനസ് ഗുഡ്സ് ക്രെഡിറ്റിന് വിറ്റേക്കാണ്. എത്ര രൂപയുടെ ഗുഡ്സ്, 5,000 രൂപയുടെ ഗുഡ്സാണ് അവിടെ ക്രെഡിറ്റിന് വിറ്റേക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റോക്കിൽ 5,000 മൈനസ് ചെയ്യണ്ടേ, കാരണം 5,000 രൂപയുടെ ഗുഡ്സ് അവിടെ വിറ്റേക്കാണല്ലോ. അപ്പോൾ നമ്മുടെ നിലവിലുണ്ടായ ഗുഡ്സിൽ നിന്ന് 5,000 രൂപ കുറഞ്ഞില്ല, 5,000 രൂപയുടെ ഗുഡ്സ് കുറഞ്ഞു. 8,000 എന്ന് പറയണേ. അപ്പോൾ നമ്മൾ 8,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ 8,000-നാണ് വിറ്റേക്കുന്നത്. 5,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ 8,000 രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെപ്റ്റർ എന്ന് പറയുന്നത് അവിടെ ജനറേറ്റ് ചെയ്യും. കാരണം ബിസിനസ്സിന് അവർ പൈസ നൽകാനുണ്ട്. 8,000 രൂപ ബിസിനസ്സിന് ക്രെഡിറ്റ് തന്നെയാണല്ലോ ബിസിനസ് വിറ്റേക്കുന്നത്. അപ്പോൾ അവർ ഒരു 8,000 രൂപ നമുക്ക് തരാനുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും, സ്റ്റോക്ക് എന്ന് പറയുന്നതിൽ ഒരു മൈനസും വരും, ഡെപ്റ്റേഴ്സിൽ
ഒരു എമൗണ്ട് വരും. പിന്നെ ഈ 5000 രൂപയുടെ സാധനം 8000 രൂപയ്ക്ക് വിറ്റപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് വന്നില്ലേ, ആ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിലേക്കും കൊടുക്കണം. മനസ്സിലായ? സ്റ്റോക്കിൽ എത്ര രൂപ കുറയും? 5000 രൂപയുടെ സ്റ്റോക്ക് കുറയും. ഡെപ്റ്റേഴ്സിൽ എത്ര രൂപ വരും? 8000 രൂപ നമുക്ക് തരാനുണ്ട്. ക്യാപിറ്റലിൽ എത്ര വരും? പ്രോഫിറ്റ് 3000 രൂപ. ശ്രദ്ധിക്കണം, ഇവിടെ 3 എഫക്റ്റാണ് വരുന്നത്. സ്റ്റോക്കിൽ 5000 രൂപ കുറഞ്ഞു, ഡെപ്റ്റേഴ്സ് 8000 രൂപ തരാനുണ്ട്, ക്യാപിറ്റൽ 3000 രൂപ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആയോ? നമുക്ക് ഇവിടെ ആദ്യം അസറ്റ്സിൽ ഏതൊക്കെ വരുന്നത്? അസറ്റ്സിൽ ക്യാഷ് വരും, പിന്നെ അതുപോലെ സ്റ്റോക്ക് വരും, പിന്നെ വരുന്നത് ഡെപ്റ്റേഴ്സ് അസറ്റാണ് കേട്ടോ. അപ്പോൾ ക്യാഷ് വരും, സ്റ്റോക്ക് വരും, ഡെപ്റ്റേഴ്സ് വരും. ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ക്യാപിറ്റൽ ഉണ്ടല്ലോ, ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 1 2 3 4 ഐറ്റംസ് ആണ് വരുന്നത്. നമുക്കത് എടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാപിറ്റൽ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഈ ലയബിലിറ്റീസിലൊന്നും വരുന്നില്ലല്ലോ, അപ്പോൾ ലയബിലിറ്റീസ് എഴുതണ്ട. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എഴുതാം, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമുക്ക് ക്വസ്റ്റിന് തന്നേക്കണത് തന്നെ എടുത്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ക്യാഷ് 20,000, അത് ഏതിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞത്? ക്യാഷിൽ വരും 20,000 പ്ലസ് സ്റ്റോക്കിൽ വരോ? ഇല്ല. ഡെപ്റ്റേഴ്സിൽ വരോ? ഇല്ല. ഈക്വൽ ടു ക്യാപിറ്റൽ എത്ര വരും? 20,000. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഇതൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു തന്നുകൊണ്ട് പറയണേ. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, അവിടെ ഏതൊക്കെ വരും? ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ഗുഡ്സ് ആണ്, ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് 8000 രൂപയാണ് ക്വസ്റ്റിനെ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷിൽ 8000 രൂപ മൈനസ് ചെയ്യണം, സ്റ്റോക്കിൽ നമ്മൾ 8000 രൂപ ആഡ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ അഫക്റ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ അതിൻ്റെ ന്യൂ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ന്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് 20,000 നിന്ന് 8,000 പോയ 12,000 പ്ലസ് 8,000 പ്ലസ് 0 ഈക്വൽ ടു 20,000. അപ്പോൾ ന്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാഷിൽ 12,000, 8,000, 0, 20,000. ഇനി മൂന്നാമത്തെ നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സോൾഡ് ഗുഡ്സ് ടു ബാനു ഓൺ ക്രെഡിറ്റ്. എന്തൊക്കെയാണ് നമ്മളതിൽ പറഞ്ഞിരുന്ന എഫക്റ്റുകൾ? സ്റ്റോക്കിൽ നമ്മൾ എത്ര രൂപ കുറയ്ക്കണം? നമ്മുടെ 5000 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ വിറ്റേക്കുന്നത്. ഇവിടെ ക്യാഷിന് വല്ല എഫക്റ്റ് വരുന്നുണ്ടോ? ഇല്ല, കാരണം നമ്മൾ ക്രെഡിറ്റിനാണ് സാധനം വിറ്റേക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൽ നമ്മൾ 5000 രൂപയുടെ 8000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ 5000 രൂപയുടെ ഗുഡ്സാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 8000 നിന്ന് 5000 മൈനസ് ചെയ്യണം. പ്ലസ് ഡെപ്റ്റേഴ്സ് നമുക്ക് എത്ര രൂപ തരണം? 8000 രൂപ തരണം. ഈക്വൽ ടു, ഇത് രണ്ടും ഈ സെയിൽ നടത്തിയപ്പോൾ കമ്പനിക്ക് ഉണ്ടായ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 3000. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവിടെ സ്റ്റോക്കിനും ഡെപ്റ്റേഴ്സിനും ക്യാപിറ്റലിനും അഫക്റ്റ് വരുന്നുണ്ട്. പർച്ചേസ് ആണ് വരുന്നതെങ്കിൽ ക്രെഡിറ്റിൽ പർച്ചേസ് ക്രെഡിറ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്. സെയിൽസ് ക്രെഡിറ്റിലാണെന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം വരുമ്പോൾ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ന്യൂ ഇക്വേഷൻ കണ്ടെത്തണം. 12,000 പ്ലസ് 0 12,000, 8,000 നിന്ന് 5,000 പോയ എത്ര? 3,000 പ്ലസ് 8,000 ഈക്വൽ ടു 20,000 കൂടെ 3,000 ആഡ് ചെയ്താൽ 23,000. അപ്പോൾ നമ്മൾ എങ്ങനെ ന്യൂ ഇക്വേഷൻ കണ്ടെത്തി? ഇനി നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണ്ടേ, നമ്മൾ ചെയ്തത് പ്രൂവ് ചെയ്യണ്ടേ. ഇതിപ്പോൾ നമുക്ക് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത് വന്നോന്ന് നോക്കാം. 12,000 പ്ലസ് 3,000 15,000, 15,000 പ്ലസ് 8,000 എന്താ? 23,000. അപ്പോൾ അസറ്റ്സിൻ്റെ സൈഡ് ഈക്വൽ ആണ്, ക്യാപിറ്റലിൻ്റെ സൈഡും ഈക്വൽ ആണ്. ക്ലിയർ ആയോ? ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം ചോദിച്ചത് തന്നെയാണ് എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്ത് വരാറ്. നേരത്തെ ചെയ്തതിൽ ഈ 2 ട്രാൻസാക്ഷൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ വന്നേക്കുന്നത്, അതുപോലെ തന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തായിരിക്കും പിന്നീട് വരുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന പ്രോബ്ലംസ് നിർബന്ധമായി നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കമൻസ്ഡ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാലും കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാലും നമുക്ക് ഒരേ ഇതല്ലേ വരുന്നത്. അപ്പോൾ ക്യാഷും ക്യാപിറ്റലുമാണ് ഇവിടുത്തെ എഫക്റ്റ് വരുന്നത്. രണ്ടാമത് നോക്കിയേ, പർച്ചേസ്ഡ് മെഷീനറി, ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ അസറ്റ് മേടിച്ചു. അപ്പോൾ നമ്മളവിടെ ക്യാഷിൽ മൈനസ് അല്ല വരുന്നത്, ക്യാഷിൽ മൈനസ് മെഷീനറി എന്ന് പറയുന്ന ഐറ്റം വരുന്നു. പിന്നെ മൂന്നാമത്തെ നോക്കിയാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നേരത്തെ നമുക്ക് വന്നത് സെയിൽസ് ആയിരുന്നു വന്നത് ക്രെഡിറ്റിൽ. അപ്പോൾ പർച്ചേസ് വരുമ്പോൾ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യണത് എന്തോന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്കിൽ നമുക്ക് ആഡ് അല്ല വരുന്നത് 12,000, കാരണം നമ്മൾ സാധനം മേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്നത് 12,000 ഇൻക്രീസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം? ക്രെഡിറ്റേഴ്സിന് 12,000 നൽകണം. ഇവിടെ വരുന്നത് സ്റ്റോക്കും ക്രെഡിറ്റേഴ്സും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പർച്ചേസ് ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ സെയിലാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ ട്രാൻസാക്ഷൻ തന്നെയാണ്. ഇവിടെ എത്ര രൂപയുടെ ഗുഡ്സ് ആണ് സെയിൽ ചെയ്തേക്കുന്നത്? സ്റ്റോക്കിൽ 6,000
1000 മൈനസ് വരും. കാരണം 6000 രൂപയുടെ ഗുഡ്സ് ആണ് ഇവിടെ സെയിൽ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിലേക്ക് നമ്മൾ എത്ര രൂപ ഡെപ്റ്റേഴ്സ് തരേണ്ടത്? 8000 രൂപ. ക്യാപിറ്റലിൽ നമ്മൾ എത്ര രൂപ പ്രോഫിറ്റ് വരുന്നത്? 2000 കാണിക്കണം. ഈ 3 എഫക്റ്റ് ആണ് ഈ ട്രാൻസാക്ഷനിൽ വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതാണ്, ഇത് സെയിം മോഡൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇതിൽ ഒരെണ്ണം ആഡ് ആയിട്ട് വന്നേക്കുന്നത് ഇതാണ് പുതിയതായിട്ട് വന്നേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പഴയത് ചെയ്തു തന്നെയാണ്. ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഓപ്ഷൻ ഏരിയ കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ്. അത് ഏതിലേക്ക് വരണേ? ക്യാഷിൽ 50,000 വരും. സ്റ്റോക്കിൽ വരുമോ? ഇല്ല. മെഷീനറിയിൽ വരുമോ? ഇല്ല. ഡെപ്റ്റേഴ്സിൽ വരുമോ? ഇല്ല. ക്രെഡിറ്റേഴ്സിൽ വരുമോ? ഇല്ല. പിന്നെ ഏതിലാണ് വരുന്നത്? ക്യാപിറ്റലിൽ. ഈ ഹെഡിങ് എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെഡിങ്ങുകളെല്ലാം എഴുതിയിരിക്കുന്നത്. അസറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ഈ ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാവും. ക്യാഷ് വരും, മെഷീനറി വരും, സ്റ്റോക്ക് വരും, ഡെപ്റ്റേഴ്സ് വരും. ആ ഐറ്റംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു ലൈബിലിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഈക്വൽ ടുവിൻ്റെ കഴിഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ക്യാപിറ്റൽ. പിന്നെ നെക്സ്റ്റ് നോക്കി രണ്ടാമത്തെ പർച്ചേസ് മെഷീനറി ആണ്. നമ്മളിവിടെ പറഞ്ഞു ക്യാഷിൽ നിന്ന് 30,000 മൈനസ് ചെയ്യണം. അപ്പോൾ 30,000 നമ്മൾ ക്യാഷിൽ നിന്ന് മൈനസ് ചെയ്തു. പിന്നെ നമ്മൾ എഴുതേണ്ടത് നമുക്ക് മെഷീനറിയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്, സ്റ്റോക്കല്ല. അപ്പോൾ നമ്മളവിടെ 30,000 ഇവിടെ എഴുതണം, മെഷീനറിയിൽ എഴുതണം. പ്ലസ് ഡെപ്റ്റേഴ്സ് ഇല്ല, ക്രെഡിറ്റേഴ്സ് ഇല്ല, ക്യാപിറ്റലും ഇല്ല. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഇക്വേഷൻ കിട്ടും. ന്യൂ ഇക്വേഷൻ 50,000 നിന്ന് 30,000 പോയ 20,000 പ്ലസ് 0 പ്ലസ് 30,000 പ്ലസ് 0 ഈക്വൽ ടു 0 പ്ലസ് 50,000. അപ്പോൾ നമുക്ക് ന്യൂ ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് മൂന്നാമത്തെ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. അവിടെ ഏതിനൊക്കെയാണ് എഫക്റ്റ് വരുന്നത്? സ്റ്റോക്കിലും വരും, ക്രെഡിറ്റേഴ്സിലും വരും. അപ്പോൾ ക്യാഷിലില്ല, സ്റ്റോക്കിൽ 12,000 വരും, മെഷീനറിയിലില്ല, ഡെപ്റ്റേഴ്സിലില്ല, ക്രെഡിറ്റേഴ്സിൽ 12,000 വരും. നമുക്ക് ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കണ്ടേ? പ്ലസ് 0. ഇവിടെ കൂട്ടി നോക്കാം. 20,000 പ്ലസ് 0, 20,000 പ്ലസ് 0 20,000 പ്ലസ് 12,000 പ്ലസ് 0 12,000 പ്ലസ് 30,000 പ്ലസ് 0 30,000 പ്ലസ് 0 ഈക്വൽ ടു 12,000 പ്ലസ് 0 12,000 പ്ലസ് 50,000. നമ്മൾ ആ ജേണൽ എൻട്രിയിൽ ഈ ഓരോന്ന് എഴുതുമ്പോൾ എന്ത് എളുപ്പത്തിലാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അത് ആദ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ലാഭിക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷനും മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ഓരോ ന്യൂ ഇക്വേഷനിലും അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണോ എന്ന് നോക്കണം. ഇവിടെ 20,000 പ്ലസ് 30,000 ചെയ്യുമ്പോൾ 50,000. അത് തന്നെയല്ലേ ഇപ്പുറത്തും 50,000 തന്നെയല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കി 20,000 പ്ലസ് 12,000 പ്ലസ് 30,000, അപ്പോൾ 50 62 62,000 വരും. ഇത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ളത് കറക്റ്റാണ്. നെക്സ്റ്റ് നോക്കിയാൽ സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 6,000 ഫോർ ക്യാഷ് 8,000. അപ്പോൾ അവിടെ ഏതിനൊക്കെയാണ് എഫക്റ്റ് വരുന്നത്? ക്യാഷിൽ വരുമോ? ഇല്ല. സ്റ്റോക്കിൽ വരുമോ? സ്റ്റോക്കിൽ 6,000 രൂപയുടെ ഗുഡ്സാണ് അവിടെ മൈനസ് ചെയ്യേണ്ടത്. ഡെപ്റ്റേഴ്സിൽ മെഷീനറിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. നാലാമത്തെ ഡെപ്റ്റേഴ്സിൽ വരുന്നുണ്ട് എത്ര രൂപ? 8,000 നമുക്ക് തരാനുണ്ട്. ക്രെഡിറ്റേഴ്സിൽ വരുന്നില്ല. പ്ലസ് ഇവ തമ്മിലുള്ള പ്രോഫിറ്റ് നമുക്ക് എത്ര രൂപ? 2,000 രൂപ. അപ്പം ന്യൂ ഇക്വേഷൻ 20,000 പ്ലസ് 0 20,000 12,000 മൈനസ് 6,000 പ്ലസ് 6,000 പ്ലസ് 30,000 പ്ലസ് 0 30,000 പ്ലസ് 8,000 പ്ലസ് 0 8,000 ഈക്വൽ ടു 12,000 പ്ലസ് 0 12,000 പ്ലസ് 52,000. അതിനുശേഷം നമുക്ക് അസറ്റ്സുകൾ ടോട്ടൽ ചെയ്യുമ്പോഴും ലൈബിലിറ്റീസ് അസറ്റ്സും ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഈക്വൽ ആണോ എന്ന് നോക്കാം. ഈ സൈഡ് 20,000 പ്ലസ് 6,000 പ്ലസ് 30,000 പ്ലസ് 8,000. അപ്പോൾ ഇവിടെ വരുന്നത് 64,000 ആണ് വരുന്നത്. ഈക്വൽ ടു ഇപ്പുറത്ത് വരുന്നത് 52,000 പ്ലസ് 12,000, അതും 64,000. നമ്മുടെ ആൻസർ കറക്റ്റായി നമ്മൾ പ്രൂവ് ചെയ്തു. അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോയിങ്. അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. ഇപ്പോൾ നമുക്കറിയാം അവിടെ ഏതൊക്കെയാണ് വരുന്നത്? ക്യാഷ്, ക്യാപിറ്റൽ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതല്ലേ. പർച്ചേസർ ഗുഡ്സ് ഓൺ ക്രെഡിറ്റിനല്ലേ വരുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെ വരുന്നത്? സ്റ്റോക്കും ക്രെഡിറ്റേഴ്സും. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ക്രെഡിറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ഗുഡ്സ് ചെയ്യുമ്പോൾ ക്യാഷിനല്ല, ഇവിടെ ക്രെഡിറ്റഡ് ആണ് നമ്മൾ സാധനം മേടിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നത് സ്റ്റോക്കും ക്രെഡിറ്റേഴ്സുമാണ്. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 8,000 ടു ഉദയൻ ഫോർ 12,000. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തപ്പോൾ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 ഇതിൽ എങ്ങനെ വരുന്നത്? 8,000 ഗുഡ്സാണ് വിറ്റേക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൽ മൈനസ് 8,000 അല്ല 8,000 ഗുഡ്സ് വിറ്റു. ഡെപ്റ്റേഴ്സ് എത്ര രൂപ നമുക്ക് തരണം? 12,000 തരണം. 8,000 ഗുഡ്സ് 12,000 വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്നത് നമ്മൾ എവിടെ കാണിക്കണം?
ക്യാപിറ്റലിൽ 4000 കാണിക്കണം. പിന്നെ വരുന്നത് റിസീവ്ഡ് കമ്മീഷൻ ആണ്. റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം പഠിച്ചു വെച്ചാൽ മതി. കമ്മീഷൻ നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യും, ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ 2 എഫക്റ്റ് വരുന്നത് ക്യാഷിലും ക്യാപിറ്റലിലുമാണ്. പെയ്ഡ് സാലറി എന്ന് പറയുമ്പോഴോ ക്യാഷിനും ക്യാപിറ്റലിനും തന്നെയാണ് വരുന്നത്, പക്ഷെ നമുക്ക് പെയ്ഡ് അല്ല വരുന്നത്. അപ്പോൾ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ റിസീവ്ഡ് പറയുമ്പോൾ ക്യാഷ് ക്യാപിറ്റൽ പ്ലസ്, പെയ്ഡ് സാലറി എന്ന് പറയുമ്പോഴോ നമ്മൾ ബിസിനസ് പൈസ കൊടുക്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ അവിടെ മൈനസ് ചെയ്യണം. റിസീവ്ഡ് കമ്മീഷൻ ക്യാഷും ക്യാപിറ്റൽ ആഡ്, പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ ക്യാഷും ക്യാപിറ്റലും മൈനസ്. അപ്പോൾ ഇത് 2 ഐറ്റമാണ് ഇവിടെ കൂടുതലായിട്ട് വന്നേക്കുന്നത്. ബാക്കി 3 നമ്മൾ ഇതുവരെയും പഠിച്ച ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നതാണ്. ശേഷം നമുക്ക് അസറ്റിൽ ഏതൊക്കെ വരുന്നതെന്നുള്ളത് നോക്കാം. ക്യാഷ് വരും, സ്റ്റോക്ക് വരും, ഡെപ്റ്റേഴ്സ് വരും, വേറെ ഒന്നുമില്ല. അസറ്റ്സിൽ ഈ 3 വരുന്നത്. പിന്നെ ലൈബിലിറ്റീസിൽ ഏതാ വരുന്നത്? ക്രെഡിറ്റേഴ്സ്. ലൈബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് വരും, ക്യാപിറ്റലിൽ ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് അസറ്റ്സ് 3, ലൈബിലിറ്റി 1, ക്യാപിറ്റൽ 1. അതെങ്ങനെ വരയ്ക്കാം? അപ്പോൾ നമ്മളിവിടെ ഫോർമാറ്റിൽ അത് ആ രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. അസറ്റ്സിൻ്റെ അടിയിൽ 3, ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ലൈബിലിറ്റീസിൻ്റെ അണ്ടറിൽ ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ ക്യാപിറ്റൽ. അതിനുശേഷം ക്യാഷിൻ്റെ താഴെ അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ക്യാഷിൻ്റെ അടിയിൽ എത്ര രൂപ വരുന്നത്? 1 lakh. സ്റ്റോക്കിൽ വരുന്നില്ല, ഡെപ്റ്റേഴ്സിൽ വരുന്നില്ല, ഈക്വൽ ടു 0 + 1 lakh. ഇനി നെക്സ്റ്റ് പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴോ ക്യാഷിൽ വരുന്നില്ല, സ്റ്റോക്കിൽ വരും അല്ലേ? സ്റ്റോക്കിൽ 20,000 സ്റ്റോക്ക് കിട്ടി, ഡെപ്റ്റേഴ്സ് ഇല്ല. ക്രെഡിറ്റേഴ്സിൽ എത്ര രൂപ വരും? 20,000 വരും, +0. ന്യൂ ഇക്വേഷൻ കാണാം. 1 lakh + 10, 0, 1 lakh + 20,000 +0 ഈക്വൽ ടു 20,000 + 1 lakh. നെക്സ്റ്റ് നോക്കി, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 8,000 to then 12,000 എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വരുന്നത്? ക്യാഷിൽ 0, സ്റ്റോക്കിൽ 8,000 മൈനസ് ചെയ്യണം, ഡെപ്റ്റേഴ്സിൽ 12,000 ഈക്വൽ ടു 0. പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിലേക്ക് എഴുതണം. ഇത് നമ്മുടെ ന്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 lakh + 20,000 നിന്ന് 8,000 പോയാൽ 12,000 + 12,000 ഈക്വൽ ടു 20,000 + 1 lakh 4,000. നെക്സ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ ആണ്. നമ്മൾ പറഞ്ഞു ക്യാഷിൽ 6,000 രൂപ ആഡ് വരും, ബാക്കി എല്ലാത്തിലും 0. ക്യാപിറ്റലിലും 6,000 രൂപ. ന്യൂ ഇക്വേഷൻ കാണാം. 12,000 + 12,000 + 20,000 + 1,10,000. പെയ്ഡ് സാലറി, പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ? 5,000 മൈനസ് ചെയ്തു, ബാക്കി എല്ലാം 0. ഇവിടെ ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് 0, ക്യാപിറ്റൽ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ന്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് 10,000 + 12,000 + 12,000 ഈക്വൽ ടു 20,000. ഇനി നമുക്ക് അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണോ എന്ന് നോക്കാം. അസറ്റ്സിൻ്റെ സൈഡിൽ വരുന്ന എമൗണ്ടുകൾ ആഡ് ചെയ്യാം. $1,25,000 ആണ് അസറ്റ്സിൻ്റെ സൈഡ് ആഡ് ചെയ്ത് പോകുന്നത്. ലൈബിലിറ്റീസിൻ്റെ സൈഡ് വരുമ്പോൾ $1,25,000. അപ്പോൾ നമ്മളിവിടെ അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഭാഗത്തു നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസിനപ്പുറം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാനില്ല. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.